കൊറോണ ടൈമിലാണ് അല്ലേ? ആസ്മി ക്വസ്റ്റ്യൻ സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ അങ്ങനെ മെസ്സേജ് അയച്ചോള്. ഞാനാണ് അങ്ങോട്ട് മെസ്സേജ് അയച്ചത്. നമ്മളന്ന് ഇങ്ങനെ നിക്കല ആരെങ്കിലും മെസ്സേജ് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്ന ആളെ ഇവള് ഫേസ് കട്ടില്ല ഒരു നാട്ടിലൊരാള്. അന്ന് എനിക്ക് എന്താ കറക്റ്റ് പറഞ്ഞു, ഞാൻ സ്കീം ഇറക്കിയാണോ എനിക്ക് അറിയില്ല. കാരണം ചിലപ്പോ അതേപോലെ നമ്പറൊക്കെ ഇറക്കലുണ്ട്. ഓളെ പോലെ ഉണ്ട് പറഞ്ഞിട്ട് ആണ് ഞാൻ ദസ്കിനോട് റിപ്ലൈ കൊടുക്കുന്നത്. ഓളാന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് മെസ്സേജ് ആക്കി. പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ആയി. മെസ്സേജ് അയച്ചയച്ച ഇവിടെ എത്തി അല്ലേ? ഒരാളുകൂടി ഉണ്ട് ഉള്ളില്. അതോ എന്റെ ലൈഫില് എനിക്ക് കിട്ടിയ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഫാമിലി ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അതില് ഇപ്പൊ എന്റെ വാപ്പ അപ്പൊ എന്നോട് താഴത്ത് ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ച് പറഞ്ഞില്ല. എന്റെ വാപ്പ ഹെൽത്ത് സെക്രട്ടറിയാണ്. ഞാൻ ഓർമ്മ വെച്ച മുതൽ ഇന്ന് വരെ എന്റെ വാപ്പനെയാണ് ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി. അപ്പൊ വാപ്പാക്കും ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ ടോട്ടലി സപ്പോർട്ടാണ്. ഇപ്പൊ ആള് പറയണ്ടായി ഞാൻ വീട്ടില് ഇപ്പൊ വർക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് തന്നെയല്ലേ മെയിൻ ആയിട്ടുള്ള വരുമാനം? 2-3 ബിസിനസ് പരിപാടീസ് വേറെ ഉണ്ട്. പക്ഷെ അതല്ലാത്ത മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ ഇത് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അത് പ്രിപ്പയർ ചെയ്യുക, അത് ചെയ്യുക, എത്ര പണി എടുക്കുന്നുണ്ട്. സമയത്ത് ഒഴിവില്ല. അതാ പറയുന്നേ. ഓള് തന്നെ കുട്ടിനെയും കൊണ്ടല്ലേ അങ്ങനെ രണ്ടാളും അത്രക്കും എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഓളെ സപ്പോർട്ടാണ് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ആയിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് കാരണം എന്താ പറയുക, നമുക്കിപ്പോ ഏതൊരാണാണെങ്കിലും നമുക്കൊരു കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ടൈമിൽ നമുക്ക് എത്താതാകുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ ആ സമയത്ത് എനിക്ക് റവന്യൂ ഒന്നും ഇല്ല. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് താഴത്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ റീസെന്റ് എടുത്താണ് വണ്ടി. അപ്പൊ അതെനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള സ്വപ്നമാണ്. അങ്ങനെ ഫൈനലി എനിക്ക് കിട്ടുന്ന സംഭവം അത്. ഇതിന് ഇവർക്ക് ഇത് അറിയില്ല. ഇപ്പൊ ഇമ്മാക്കാണെങ്കിൽ ഇപ്പാക്കാണെങ്കിലും ഇവൻ തെസ്കിക്ക് പിന്നെ ആ സമയത്ത് അറിയാം. പക്ഷെ അപ്പൊ ഇവര് ചിലപ്പോ അതിനെ പറ്റി സംസാരിക്കണ കാണുമ്പോ എന്താ ഇഞ്ഞോടൊക്കെ ഗൾഫ് പോകാൻ പറയും. ഗൾഫ് പോയിക്കൂടെ എനിക്കല്ലോ. ഇവര് നമ്മളെവിടെ എത്തുന്നില്ലല്ലോ എന്നില്ല. അതായത് ഇവർക്ക് ഇപ്പൊ ഈ വാപ്പാക്കാണെങ്കിലും അങ്ങനെ, വാപ്പാക്ക് റേഷൻ കടയാണ്. വാപ്പ ഇപ്പോഴും റേഷൻ കടയിൽ തന്നെ. വാപ്പാക്ക് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളത് നിർത്തിക്കോളും. പക്ഷെ വാപ്പാക്ക് അതാണ് ഇഷ്ടം. പറയാൻ പറ്റില്ല, അത്രക്കും ഭയങ്കര സന്തോഷമുള്ള സമയം. അപ്പൊ അള്ളാഹു നിലനിർത്തി ആർക്കും ഒരു കുഴപ്പമില്ലാതെ. അതെ, ഒരുപാട് പ്രയാസത്തില് നമ്മളിതെല്ലാരും കണ്ടിട്ടല്ലേ അപ്പൊ നമ്മൾ ഇത്ര ഉയർച്ചയിലെത്തി. അതേപോലെ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താലേ അങ്ങോട്ട് കൊടുക്കണം. അതാണ് ഫുള്ളും കാണും. ഫുള്ള് കണ്ടാലുള്ളൂ ഇവര് പറയുന്നേ കേട്ടിട്ടുണ്ട്. ഫുള്ള് കണ്ടാലുള്ളൂ ഇവർക്ക്. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇപ്പില്ലേ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിളാണ്. അതിന്റെ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉമ്മയുണ്ട്. ഉമ്മ പേടിയാവുന്ന വെൽക്കം ടു ദി ഷോ. ഷമീർ റോജിൻ ഫാമിലി, വെൽക്കം ടു ദി ഷോ. ഷമീർക്കിനെ അറിയാം, തസ്കി അല്ലേ? നല്ല പേര്. ഞാൻ പറഞ്ഞില്ലേ തസ്കി അല്ലേ? നല്ലൊരു പേരില്ലേ? ഉമ്മന്റെ പേരെന്താ? എന്റെ പേര് നഫീസ. നഫീസ. അയ്യവാ, പേടിയുണ്ടോ? ഇല്ല, ചെറുതായിട്ട് കുറച്ചുണ്ട്. വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഞാൻ ഈ ഷമീർ റോജി ഫാമിലിന്റെ ഇന്റർവ്യൂസ് കൊറേ നോക്കി, പക്ഷെ ഒരു ഇന്റർവ്യൂ കൊടുത്തില്ല അല്ലേ? അതുകൊണ്ടാ ഇതുവരെ ഒരു ഇന്റർവ്യൂ കൊടുത്തില്ല. അതെ, ഞങ്ങൾ അത്രയ്ക്ക് പേടിക്കണം. അങ്ങനെയല്ലടാ, ഞങ്ങള് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഇല്ല, ഭയങ്കര എന്താ ഭയങ്കര ഒന്നാമത് കുറച്ചുകൂടി സംസാരിക്കുള്ളൂ. പിന്നെ ഞങ്ങള് വീഡിയോ എടുക്കുന്നു അങ്ങനെ തന്നെ. ഞങ്ങൾക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഞങ്ങൾ എടുക്കല്. അങ്ങനത്തെ കോണ്ടന്റ് ആണ് ഞങ്ങൾ പൊതുവെ ഇടല്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ, ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ ക്യാമറമാൻ ഇല്ല. ഇപ്പൊ പുറത്തുള്ള ഷൂട്ടാണെങ്കിലും ക്യാമറമാൻ ഇല്ല, എഡിറ്റർ ഇല്ല. ഒക്കെ ഞാൻ തന്നെ എന്റെ ഫോണിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇന്റെ ഷോട്ട് ഓൾ എടുക്കും, ഓളത് ഞാൻ എടുക്കും. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റാൻഡ് വെച്ചിട്ട് 3 ആളത് എടുക്കും. ഞാന് ഓനൊപ്പം നിക്കണത് ഓനങ്ങനെ എടുക്കാൻ പറയുമ്പോ നിക്കും. പക്ഷെ
ഇത് പുറത്തേക്ക് പൈസയും കിട്ടും. അറിയില്ല, പൈസ കിട്ടും. നമ്മളകത്തുന്നല്ലേ പറയണത്. ഒരു വീഡിയോക്ക് 500 വെച്ച് 500 വെച്ച് കിട്ടും. അത് പൈസ മാത്രല്ല, നമ്മളെ കുട്ടികളല്ലേ, നമ്മളെ കുടുംബകാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുണ്ടല്ലോ. കാരണം എന്താ ഇമ്മാന്റെ ഒരു ഷോട്ടിലൊക്കെ ഇമ്മക്ക് ഭയങ്കര സന്തോഷാണ്. അല്ലമ്മ, എവിടെ ഇപ്പൊ ഈ ഒരു പണിക്ക് ഇത്ര സമയം കൊണ്ട് 500 റുപ്യ ഇപ്പൊ ആർക്കാ കിട്ടുക? നല്ല പണിയല്ലേ, വീട്ടിലായാലും എന്താ പൈസ ഒക്കെ വാങ്ങണം. വെറുതെ 500 ഒന്നല്ല, അങ്ങനെയൊക്കെ തരും. അയ്യോ, അതെ, ശരിക്കും എത്ര ഞങ്ങളെ പൈസ കാര്യങ്ങളൊക്കെ നടത്തി തരും. നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും. അതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? ഒരു മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മളൊക്കെ നന്നായി അങ്ങനത്തെ കേക്ക് പറഞ്ഞാൽ നമുക്ക് അതിലേക്കാൾ വലുതൊന്നും അതെ. പക്ഷെ ഉമ്മ വളരെ എന്താ പറയാ, ഭയങ്കര കോംപ്ലിമെന്റ് തരുന്ന ഒരാളാണ്. എന്റെ അടുത്ത് പറയണ്ടായി തസ്കീനെ പറ്റിയിട്ട്, കേട്ടില്ലേ? അതായത് ഞാൻ ചെയ്ത ഭാഗ്യാണ് തസ്കി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അമ്മായിമ്മ. മൂന്നാളോട്ടോ, മൂന്നാളെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തസ്കീന്റെ കാര്യം മാത്രം ചോദിച്ചോണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. 3 കുട്ടികളും ഇപ്പൊ രണ്ടാമത് എടുത്ത് പറഞ്ഞില്ലേ, അതാണ് ഉമ്മാന്റെ ക്വാളിറ്റി. കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണുമല്ലോ. പിന്നെ അതിൽ ഉമ്മക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ല, ഇല്ല എന്റെ ലൈഫില് എനിക്ക് കിട്ടിയ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഫാമിലി ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അതില് ഇപ്പൊ എന്റെ വാപ്പ അപ്പൊ അതിനോട് താഴത്ത് ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ച് പറഞ്ഞില്ല. എന്റെ വാപ്പ ഹെൽത്ത് സെക്രട്ടറിയാണ്. ഞാൻ ഓർമ്മ വെച്ച മുതൽ ഇന്ന് വരെ എന്റെ വാപ്പനെയാണ് ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി. അപ്പൊ വാപ്പാക്കും ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ ടോട്ടലി സപ്പോർട്ടാണ്. അപ്പൊ എനിക്ക് ആരുടെ ഒരു നെഗറ്റീവ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇതാണ്. ഇവരെ സപ്പോർട്ടാണ് ഇവരിങ്ങനെ കൊണ്ടുനടക്കുന്നതുകൊണ്ട്. പിന്നെ ടെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഉമ്മേന്റെ സ്നേഹം ഞാൻ തന്നെ മനസ്സിലാക്കി. കാര്യം ഞാൻ വന്നപ്പോ ശരിക്കും എന്നെ സ്വന്തം മോളെ പോലെ പാടി ഇവിടെ ഇരിക്കണേ. നമ്മളെ അതില് കാണുന്നില്ലേ ഇതില് ഇല്ല വീഡിയോ ഇത് ഇപ്പൊ നമ്മള് കമ്മിറ്റ് ചെയ്യാനും തന്നെ കാരണതാ. നൈനിഷ എന്ന് പറഞ്ഞപ്പോഴാണ് ഇമ്മാക്ക് കാരണം ഇഞ്ഞോട് നോളച്ച് കാണാനും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒന്നാമത് എനിക്ക് വയ്യ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ആള് വന്നപ്പോ വേഗം എടുത്തത് അവിടെ ഇരിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു മനസ്സിന്റെ ഇത് നന്മ മനസ്സിലാക്കല. ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ പോലെ നല്ലതില്ല. സത്യം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ദൂരത്ത് നിങ്ങൾ വരികയാണ്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ചെന്നാ അറിയാത്തോടത്ത് പോലെ നമ്മളോട് വർത്താനം പറഞ്ഞില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതല്ല നിങ്ങളെ എഫേർട്ട് ഞാൻ സത്യം പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ 2-3 പ്രാവശ്യങ്ങളോട് തന്നെ പറഞ്ഞപ്പോ നിങ്ങളെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വർക്കിനോട് ഇത്ര ഡെഡിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടോ വെച്ചാൽ എനിക്ക് പോലും അതിനില്ല. ഞാൻ അത്രക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യാനാണ്. കാരണം ഞാൻ 1 man ആണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ഡെഡിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു 4 സ്ഥലത്ത് പോകുക, എത്ര ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അത് ശരിക്കും ഞാൻ മനസ്സിലാക്കി. ഞാൻ ആൾക്കറിയാക്കാരപ്പോ ഇന്നൊരു എത്ര വട്ടം വിളിച്ചിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഒരു പരിപാടി. ഞാൻ ആദ്യം പറഞ്ഞത് തെസ്കിന്റെ വിഷയമാണ്. വൈഫ് അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല, അവിടെ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, ഞങ്ങളതൊന്ന് ഒഴിവാക്കണം പറഞ്ഞു. 2ാമതും ആളിനെ വിളിച്ചു കോൺടാക്ട് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇന്നോട് ആള് ലാസ്റ്റ് പറഞ്ഞു ഈ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ തട്ടി അതിന് ചോള് വേണം. അപ്പൊ പിന്നെയാണ് നമ്മളങ്ങനെ ഇതാക്കിയത്. പിന്നെ നിങ്ങൾ ഈ എഫേർട്ട് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ഇത്ര ഡെഡിക്കേറ്റഡ് ആ പറഞ്ഞാല്. ഇപ്പൊ ആള് പറയണ്ടായി ഞാൻ വീട്ടില് ഇപ്പൊ വോക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് തന്നെയല്ലേ മെയിൻ ആയിട്ടുള്ള വരുമാനം. 2-3 ബിസിനസ് പരിപാടീസ് വേറെ ഉണ്ട്. പക്ഷെ അതല്ലാത്ത മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ ഇത് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അത് പ്രിപ്പയർ ചെയ്യുക, അത് ചെയ്യുക, എത്ര പണി എടുക്കുന്നുണ്ട്. സമയത്ത് ഒഴിവില്ല. അതാ പറയുന്നേ. ശരി ഓള് തന്നെ കുട്ടിനെയും കൊണ്ടല്ലേ അങ്ങനെ 2ആളും അത്രക്കും എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഓളെ സപ്പോർട്ടാണ് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ആയിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ബേബി ഉണ്ട്, ബേബിന്റെ കാര്യം നോക്കണം. ഓളെ പേഴ്സണൽ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഓള് ഷൂട്ടിന് പിന്നെ ഇതില് ഒക്കെ ചേർത്ത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ശരി, ക്ഷീണിച്ച് ഒക്കെ രാത്രിയിലൊക്കെ എത്തുമ്പോഴേ. അതെ, ഇത് ആദ്യാഴ്ചേ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോ നമുക്ക് ശരിക്കും എന്താ തോന്നിയേ? ഫസ്റ്റില് ചെയ്യാ വീഡിയോ, നമുക്ക് ഇതൊന്നും അറിയില്ല. ചീത്ത പറഞ്ഞോ? ചീത്തൊന്നും അറിയില്ല. എന്നാലും എന്താ തോന്നിയേ? നമ്മള് എടുത്ത് ശരിയായിട്ടില്ല, ചൂടാവും. എടുത്ത് ശരിയായില്ലെങ്കിൽ ചൂടാവും, അത് വേറെ കാര്യം. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഇതിന് പൈസ കിട്ടുന്നൊക്കെ നമുക്ക് അറിയില്ല. ഇല്ല, അടക്കത്തിലൊന്നും അറിയില്ല. അപ്പൊ എന്താ കളിച്ച് നടക്കുന്നതെന്ന് തോന്നിയോ ആ സമയത്ത്? പണിക്ക് പോവാണ്ട് ഇതില് ഇതാക്കണ്ട, ഇതിൽ നിന്നുകൊണ്ട് സമയം കളയണ്ട അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ആ ആളാണ് നമുക്ക് പൈസ, നമ്മളെ മുതലാളിയാ അല്ലെ ശരിക്കും അല്ലേ? ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. കാരണം എന്താ പറയുക, നമുക്കിപ്പോ ഏതൊരാണാണെങ്കിലും നമുക്കൊരു കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമുക്ക് എത്താതാകുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ ആ സമയത്ത് എനിക്ക് റവന്യൂ ഒന്നും ഇല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ഒന്നും. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് താഴത്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ റീസെന്റ് എടുത്താണ് വണ്ടി.
ഫോർച്യൂണർ. വണ്ടി, okay. അപ്പൊ അതെനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള സ്വപ്നമാണ്. അതെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സ് കിടക്കുന്ന എവിടേക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെ ഫൈനലി എനിക്ക് കിട്ടുന്ന ഒരു സംഭവം അത്. അപ്പൊ ഇതിന് ഇവർക്ക് ഇത് അറിയില്ല. ഇപ്പൊ ഇമ്മാക്കാണെങ്കിലും ഇപ്പാക്കാണെങ്കിലും ഇവൻ തെസ്കിക്ക് പിന്നെ ആ സമയത്ത് അറിയാം. പക്ഷെ അപ്പൊ ഇവര് ചിലപ്പോ അതിനെ പറ്റി സംസാരിക്കണ കാണുമ്പോ എന്താ ഇങ്ങോടൊക്കെ ഗൾഫ് പറഞ്ഞു ഗൾഫ് പോയിക്കൂടെ എനിക്കല്ലോ പോയി പണിയെടുക്കുന്നല്ലേ. അല്ല ഇവർക്ക് അറിയില്ലല്ലോ, ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കിട്ടുമ്പോഴാണല്ലോ നമുക്കറിയില്ല. ഇതിനെ കുറിച്ച് അറിഞ്ഞു, പിന്നെ സെറ്റായി. അതെ, അതും ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ ഒന്നോടെ സപ്പോർട്ട് കൂടി. പിന്നെ സപ്പോർട്ട് പൈസ കൂടി കിട്ടുന്നുണ്ടല്ലോ. ഇവർക്കായിട്ടല്ല. ഇവർക്ക് ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇവര് അങ്ങനെ അല്ല, നമുക്ക് വരുമാനം കിട്ടുമ്പോ ഓക്കെ ആണല്ലോ. പണിയെടുക്കാതെ ഫോൺ ചെയ്യാന്ന് അങ്ങനെയല്ലേ അവർക്ക് തോന്നുന്നത്. ഫോണും കൊണ്ട് നടക്കാന്നുള്ള. അതേപോലെ ഉമ്മായാലും ഇപ്പായാലും മക്കൾക്ക് ഉണ്ടാവണം അങ്ങനെ ചിന്ത. സത്യം. ഇവര് നമ്മളെവിടെ എത്തുന്നില്ലല്ലോ എന്നില്ല. അതായത് ഇവർക്ക് ഇപ്പൊ ഈ വാപ്പാക്കാണെങ്കിലും അങ്ങനെ, വാപ്പാക്ക് റേഷൻ കടയാണ്. വാപ്പ ഇപ്പോഴും റേഷൻ കടയിൽ തന്നെ. വാപ്പാക്ക് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങളത് നിർത്തിക്കോളും, പക്ഷെ വാപ്പാക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണോണ്ടല്ല, പക്ഷെ നമ്മള് എല്ലാവരും ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എത്തുമ്പോ ഇപ്പൊ നമ്മൾ ആ പ്രായത്തിലുള്ള ആൾക്കാരല്ല, അപ്പൊ നമ്മളവിടെ എത്താത്തത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഉപ്പയമ്മയല്ലേ എന്തായാലും തോന്നും അല്ലെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയുണ്ടായി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്ന് അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടി. ഇപ്പൊ നമ്മള് മാഷാഅല്ലാ ഏകദേശം ഓക്കെയാണ്. അപ്പൊ ഉമ്മക്ക് എന്താ ആ ഒരു കാലം ഇപ്പം വെച്ച് നോക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? പറയാൻ പറ്റില്ല. അത്രക്കും ഭയങ്കര സന്തോഷമുള്ള സമയം. അപ്പൊ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആർക്കും ഒരു കുഴപ്പമില്ലാതെ. അതെ, ഒരുപാട് പ്രയാസത്തില് പറഞ്ഞാല് നമുക്ക് അത്ര ഇതല്ല. എന്നാലും നമുക്ക് മക്കളെയൊക്കെ പഠിപ്പും കാര്യങ്ങളും ഇവരൊക്കെ ഒരു കല്യാണം കഴിച്ചണം, അതൊക്കെ എങ്ങനെ വരും എന്തോ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നിട്ടും ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരെ പഠിച്ചേ, ബിടെക് ആയിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടും എനിക്ക് ഞാൻ 2-3 ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡസ് മോട്ടോഴ്സ്, അതേപോലെ ലാസ്റ്റ് ഹോണ്ടയിൽ ഞാൻ ഏരിയ ഇൻചാർജും ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലം. പക്ഷെ നമ്മൾ കരുതുന്ന റവന്യൂ നമുക്ക് കിട്ടൂല. എനിക്ക് ചില സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള പെട്രോൾ അടിക്കാനുള്ള പൈസയും കൂടി വണ്ടിയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരൊക്കെ എനിക്ക് അയച്ചുതരാം. പിന്നെ അവിടുന്ന് എനിക്ക് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് എങ്ങനെ വെച്ചാൽ സൺഡേ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പൊ സാറ്റർഡേ ഇങ്ങോട്ട് വരും, സൺഡേ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീക്കിലി ഒരു വീഡിയോ എന്നുള്ള ലെവലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് റവന്യൂ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ധൈര്യത്തിൽ പെട്ടെന്ന്, അതും ബൽക്കൊന്നും പറ്റിയിട്ടില്ല, ഫ്രണ്ട്സും ആരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഫുൾ ടൈം ഇത് ആയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ഇതില് പിന്നെ സുഹൈലിനെ എടുത്ത് പറയണ്ട കേട്ടോ. അപ്പൊ അനിയനുണ്ടല്ലോ സുഹൈൽ പോപ്പ്, ഓനാണ് ഇതിക്കുള്ള. കാരണം എനിക്കത് ഭയങ്കര ക്യാമറ ചെയ്യായിരുന്നു ഞാൻ. പിന്നെ എല്ലാരും ഇപ്പൊ കണക്കാ ഇത് സത്യം പറഞ്ഞല്ലേ, ഇത് ക്യാമറ അതിനോടുള്ള ഇഷ്ടം ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ഇതൊരു പേടിയായിരുന്നു. പിന്നെ ഇതിന്ന് നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നുള്ള ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സത്യം. പിന്നെ അങ്ങോട്ടേക്ക് ഇന്നായി കഴിഞ്ഞപ്പോ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, ശരി. നമ്മളെ പുറത്തു പോയാലൊക്കെ എല്ലാരും അറിയും. അതെ, നടിയാണ് അല്ലേ. എന്താ ചോദിക്കാ, അറിയുന്ന ഒരു എന്താ പുറത്തിറങ്ങുമ്പോ എംഎൽഎ അല്ലെ സെമിറോജിന്റെ എംഎൽഎ അങ്ങനെ റോജി, അതവിടെ രജിസ്റ്റേർഡ് അല്ലേ ഓജി. അങ്ങനെ പറയുമ്പോ നമുക്കൊരു സന്തോഷല്ലേ. പിന്നെ നമ്മൾ അറിയാത്ത ആൾക്കാർ വന്നില്ലേ, ഇത്ര ആൾക്കാർ നമ്മൾ അറിയുന്നപ്പോ അപ്പൊ എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഫോട്ടോ ഒക്കെ എടുക്കോ ആളുകള് പുറത്തുനിന്ന്? അതിനൊന്നും ഞങ്ങൾ നിക്കൂല. എന്നാലും വന്ന് സംസാരിക്കുന്നതിന്റെ വലിയ കാര്യമല്ലേ. കണ്ടാലും തിരിച്ചറിയും. ഏത് നമ്മളിപ്പോ കടല് കാണാൻ പോയിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോ സുഹൈലിന്റെ അവിടേക്കൊക്കെ പോയിട്ട് ഞങ്ങള് കടലിന്റെ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങളെത്തി എല്ലാരും തരും. ഉപ്പാനെ കാലുവേദന മാറിയോ സംസാരിക്കും നമ്മളോട് വന്നിട്ട്. അതൊക്കെ ഓല അറിയുന്നത് ഇപ്പൊ നമ്മളിങ്ങനെയല്ലേ, നമ്മളെ ഇതിങ്ങനെ കണ്ടിട്ട്. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എല്ലാവരും ഒരുപാട് ആൾക്കാർ. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ? ഇനിയിപ്പോ ഇതൊക്കെ കാണുമ്പോ ഓരോ വീഡിയോ കാണുമ്പോ ഉമ്മനോട് പറയും. എന്നിട്ട് ഉമ്മനോട് വന്നിട്ട് പറയും എനിക്ക് ഇനി അങ്ങനത്തെ റോളുകൾ മാത്രം തരില്ല കേട്ടോ. ഇവര് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കോണ്ടന്റ് ആയിരിക്കും നമ്മൾ ചെയ്യണേ. ആ കോണ്ടന്റില് ആ ഇതായിട്ടല്ല അവരെടുക്കുക. അവരെടുക്കുന്ന എങ്ങനെ വെച്ചാല് ശരിക്കും അത് റിയാലിറ്റിയിൽ നമ്മൾ അങ്ങനെയാണെന്നുള്ള എടുക്കുമല്ലോ. അപ്പൊ ഉമ്മാനെ ചിലപ്പോ നിങ്ങൾ എന്തൊരു അമ്മായിമ്മയാണെന്നൊക്കെ ചോദിക്കും. എന്നാരും അത് പറയണ്ടായി. വേറെ ആരോ ഒരാള് സീരിയസ് ആയിട്ട് അടിച്ചത്, അങ്ങനെ അടിച്ചത് ആരാന്നൊക്കെ ചോദിച്ചിട്ട് അത് ആളുകൾക്ക് അറിയില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ റിയൽ ആയിട്ട് അഭിനയിക്കുമ്പോഴേ അഭിനയം നന്നായിട്ടാ, അഭിനയം നന്നാവുമ്പോഴാണല്ലോ നമുക്കത് സത്യമായിട്ട് തോന്നുക. അതെ, നമ്മളൊരു സീരിയലാണ് കാണുന്നെന്ന് പറഞ്ഞാലും നമ്മള് പിന്നെ അതിൽ ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്തല്ലേ. അതേപോലെ അത് തന്നെ
സീരിയൽ കാണണ്ടോ? അങ്ങനെ ആവണമെന്നില്ല. മനസ്സിലായി. അത് നോക്കും. കാണലുണ്ട് അതല്ല, നമ്മളിപ്പോ സീരിയലാണെന്ന് നമുക്കറിയാം, അതിൽ അഭിനയാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് ദേഷ്യം പിടിക്കും. അതിലെ വില്ലത്തികളെ കാണുമ്പോ നമുക്ക് ദേഷ്യം വരും. സ്വാഭാവികം അല്ലേ? അങ്ങനെ ആവുമ്പോഴല്ലേ ഇത് നമ്മൾക്കൊരു ഇതിൽ വരുള്ളൂ. നല്ലൊരു അതുപോലെ തന്നെ ഇതും ഇതിങ്ങനെ കാണുമ്പോ ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര റിയൽ ആണ്. ഇല്ല, ഞാൻ വെറുതെ അറിയാം അവനോട് എന്താ. പക്ഷെ ഒരു കാറ്റഗറി ആൾക്കാർ മാത്രം, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അത് അറിയാലോ. കോണ്ടന്റ് എന്നുള്ളതില് ഭയങ്കരമായിട്ട് ഞാനെപ്പോഴും നന്ദി പറയണത് നമ്മളെ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓല് ഞാൻ പറയുമ്പോ എന്റെ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോ എടുത്ത് നോക്കുമ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ ഓല് ഇന്നെ എന്താ അറിയില്ല, ചിലപ്പോ നമ്മൾ ഈ നാട്ടിലത്തെ ഒരിത് നമ്മളെ അവസ്ഥയും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കാം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓല് ഇപ്പോഴും മെസ്സേജ് ആക്കലുണ്ട്, ഇപ്പോഴും കമന്റ് ഇടും, ഞങ്ങൾ എന്നെ ഫസ്റ്റ് വീഡിയോ മുതൽ കാണണം പറഞ്ഞിട്ട്. ഓലാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഹൈപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നെയാണ് നമ്മൾ യൂട്യൂബ്, ഞാൻ പറഞ്ഞല്ലോ എന്നോട് കാഷ്വലായിട്ട് സംസാരിച്ച് പറഞ്ഞല്ലോ, ചില പർട്ടിക്കുലർ റീസൺസ് യൂട്യൂബ്. കാരണം നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാറില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ജെന്യൂൻ ആയിട്ട് ചെയ്യുള്ളൂ. അപ്പോ യൂട്യൂബിൽ വ്ളോഗിൽ നമ്മളിപ്പോ ഒരു കോണ്ടന്റ് ഡെയിലി പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില ദിവസം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടി വരും, കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ നമ്മളെ ഫാമിലി ലൈഫാണ്. എനിക്ക് അത് എന്റെ പ്രൈവറ്റ് ആണ്, ഒരിക്കലും എനിക്ക് എവിടെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോണ്ടന്റ് ആയിട്ട് അപ്പൊ നമ്മൾ ആക്ട് ചെയ്യാണ്, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. എന്നാലും കമന്റ്സ് വരലുണ്ടോ ഉമ്മേനെയും വൈഫിനെയൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട്? കുറവാണ്. പൊതുവെ നിങ്ങൾക്ക് നല്ല കമന്റ്സ് കുറവാണ്, അത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനത്തെ മോശം കമന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് പറയും, ഞാൻ ആ കുക്കറിന്റെ ഇട്ടപ്പോ അങ്ങനെ പറഞ്ഞില്ലേ, തള്ളക്കൊന്നത് പറഞ്ഞു കൊടുത്തൂടാ. ആ കമന്റ് മനസ്സ് കിടക്കണാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് സംഭവം. അത് എന്താ തള്ളക്കറിയൂടെ. ഇത് കോണ്ടന്റ് ആണ്, കുക്കർ കോണ്ടന്റ്, അമ്മായിമ്മ മരുമോളിലുള്ള കോണ്ടന്റിൽ അങ്ങനെ ഉണ്ടായ സംഭവം. പക്ഷെ അതില് അത് ഞാൻ പറഞ്ഞില്ല, ഒരു കാറ്റഗറി ആൾക്കാർക്ക് ചിലപ്പോ കോണ്ടന്റ് ആണെന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിലൊന്നും നമുക്ക് ഇതില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മളത് ചെറിയൊരു സങ്കടം കാണുമ്പോ ദേഷ്യപ്പെടൂലേ നമ്മള്, വീഡിയോയിലൊക്കെ ദേഷ്യപ്പെടൂലേ, അതിൽ കജൂല. പിന്നെ നമ്മള് വീഡിയോ എടുക്കണ്ട, അപ്പൊ അങ്ങനെ. അതെ, അല്ല ഇത് സ്വാഭാവികം കുറവാണ്. ഒരു കമന്റ്സ് കണ്ടാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഞാൻ പറയില്ല, ഞാൻ ഇപ്പോ 100% ഞാൻ കോൺഫിഡന്റ് അല്ല. എനിക്ക് കണ്ടിന്യൂസ്ലി നെഗറ്റീവ് കമന്റ്സ് വരാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നു, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കോൺഫിഡന്റ് അല്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് എന്റെ അമ്മാനെയും പെങ്ങളെയും അല്ലെങ്കിൽ ഇവളെന്നും ആരും പറഞ്ഞിട്ട് എനിക്ക് എവിടുന്ന് ഒരു ഫണ്ട് വേണ്ട. എനിക്ക് മേ ബി സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും, കാരണം ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞു വന്ന. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനത്തെ പല ഫണ്ട് എനിക്ക് പല അഡ്വർടൈസ്മെന്റിലും അങ്ങനെ ഓഫർ ചെയ്തിട്ടും ചിലപ്പോൾ പറയാൻ പറ്റും അത്രയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് പല കാര്യത്തിൽ ഓഫർ ചെയ്യും. ചിലപ്പോൾ തട്ടം മാറ്റേണ്ടി വരും. അങ്ങനത്തെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഫ്യൂച്ചറിൽ അക്സെപ്റ്റ് ചെയ്യൂല. മേ ബി ഞാൻ ആ സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ അത് ലൈഫ് ലോങ് പരിപാടിയായിട്ട് കണ്ടില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, 2-3 പരിപാടിയിൽ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് വെച്ച് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇതെനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇത് ഭയങ്കര ലൈഫിന്റെ ഭാഗമാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇവരൊപ്പം കൂടുതൽ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാർക്ക് കിട്ടുക? എന്റെ വൈഫിന്റെ ഒപ്പം കുട്ടീന്റെ ഒപ്പം എനിക്ക് ഇതല്ലാതെ വേറെ ജോബിൽ എങ്ങനെ കിട്ടുക? ഇമ്മാന്റെ ഇപ്പൊ ഇത്ര സമയത്ത് എത്ര കിട്ടും? പിന്നെ ഇവരെ ആഗ്രഹങ്ങൾ, ഇപ്പൊ ഉമ്മാക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിത്തിൻ സെക്കൻഡ്സ് ഇപ്പൊ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്റെ വാപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു SUV പോലത്തെ വണ്ടിയിൽ ഞാൻ വേറെ ജോലിക്ക് പോയി. എനിക്ക് തോന്നണില്ല എന്റെ സ്കില്ലും വെച്ചിട്ട് എനിക്ക് എന്റെ വാപ്പാൻ അങ്ങനെ ഇരുത്തിക്കൊണ്ടു. പക്ഷെ എന്റെ വാപ്പാൻ എനിക്ക് ഇപ്പൊ ആ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് അൽഹംദുലില്ലാ പടച്ചോനെ നന്ദി പറയുന്നത്. പിന്നെ അതിലൊരുപാട് നന്ദിയുണ്ട്. കാരണം ആൾക്കാരോടാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ആദ്യ പേര് അങ്ങനെയല്ലായിരുന്നു, അടുത്താണ് ഇപ്പൊ അങ്ങനെ റെനോവേറ്റ് ചെയ്താണ്, ടോട്ടലി ഡിസൈൻ ചെയ്ത ഞാനാണ്. കാരണം എനിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സ്ഥലം വേണം, ഇത് വേണം, അത് വേണം. ഞാൻ തന്നെ ഡയറിയിൽ വരച്ചിട്ട് നമ്മളെ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. നമുക്ക് പ്ലാന് വരക്കാൻ കൊടുത്തത്, പക്ഷെ ആള് കറക്റ്റ് ടൈമിൽ നമുക്ക് തന്നില്ല. അപ്പൊ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ഡയറിയിൽ നമുക്ക് ഇന്ന സ്ഥലം വേണം പറഞ്ഞിട്ട് അങ്ങനെ വരച്ചുണ്ടാക്കിയ വീടാണിത്. അപ്പൊ ഇതിന് കുറെ ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഇത് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റി. അത് വലിയൊരു കാര്യം തന്നെ ശരിക്കും. അതെ, എല്ലാത്തിനും നമ്മൾ താങ്ക്സ് അല്ലേ എല്ലാരോടും. പിന്നെ നമ്മളെ ഇപ്പൊ അന്നെ ഞാൻ മനസ്സിലായില്ലേ, അതിപ്പോ ഇത് കണ്ടതുകൊണ്ട്. അതേപോലെ ഞങ്ങളിൽ തന്നെ നമ്മളെ ബന്ധുക്കാർക്കാണ്. അതെ, അതെന്ത് സന്തോഷാ. ഇപ്പൊ ഞാൻ വരുമ്പോ ഉമ്മ എനിക്ക് തന്നൊരു സ്നേഹമുണ്ട് ഭയങ്കരമായിട്ട്. ഇവളൊന്ന് കാണാന്, നേരിട്ട് കാണാന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത്
നമ്മളെപ്പോഴും ഇങ്ങനെ കാണുമ്പോ അത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അന്ന മാത്രമല്ല ആൾക്കാരുണ്ട്. അതെല്ലാരും വിളിക്കാം നമുക്ക്. അത് നമ്മള് കാണുമ്പോ നമുക്ക് ഉണ്ടാവില്ലേ ഓലെ കാണാൻ ആഗ്രഹം. ഞാൻ പറയട്ടെ, ഇതിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയ ഒരുപാട് ഇമ്മാക്ക് ഇതേപോലെ എല്ലാവരും വ്യൂവേഴ്സ് അല്ലേ. ഇപ്പൊ തസ്കി ആണെങ്കിലും കുറെ വീഡിയോസ് കാണുന്നുണ്ട്. തസ്കി ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കണ്ടിരുന്നു. ഇന്ന് അവരൊക്കെ നമ്മളെ ഫ്രണ്ട്സാ. ഇമ്മ ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. ഇവരൊക്കെ എന്റെ വാട്സപ്പിൽ എന്റെ ഒരു സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ പിന്നെ എനിക്കും ഒരുപാട് ആൾക്കാരെ കാണാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്ത് തന്നത് നിലമ്പൂരിന്ന് വന്നിട്ട് ഇവിടുന്ന് എത്ര ദൂരം ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നാണ് കണ്ടില്ല. കാരണം എന്നിട്ട് കുറച്ച് ഇവിടുന്ന് 4 കിലോമീറ്ററോളം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോറസ്റ്റ് ഏരിയ. ഇപ്പൊ നിങ്ങൾ വരുന്നതും ഫോറസ്റ്റ് ഏരിയ എത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കടന്നിട്ട് നമുക്ക് ഇവരൊക്കെ ഒരിക്കൽ പരിചയപ്പെടാൻ വരുന്ന ഇപ്പൊ ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ പിന്നെ ഞാന് വീഡിയോ കാണൂലേ, അത് ഫുള്ളും കാണും ജിജു. അതിനൊക്കെ ഞാന് ഇത് ചെയ്യും ജിജു. കമന്റ് ഇടൂല, ലൈക്ക് ചെയ്യും. അപ്പൊ ആ വീഡിയോസ് പിന്നെയും പ്രോഡക്റ്റ് ഇങ്ങനെ വരും. നമ്മളിത് എല്ലാരും കണ്ടിട്ടല്ലേ അപ്പൊ നമ്മൾ ഇത്ര ഉയർച്ചയിലെത്തി. അതേപോലെ നമ്മളും അങ്ങോട്ട് ചെയ്തു കൊടുത്താലേ അങ്ങോട്ട് കൊടുക്കണം. അത് ഞാൻ ഫുള്ളും കാണും. ഫുള്ള് കണ്ടാലുള്ളൂ ഇവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫുള്ള് കണ്ടാലുള്ളൂ ഇവർക്ക് അതായിക്കോട്ടെ അറിഞ്ഞോട്ടെ. അത് കുഴപ്പമില്ല. നിശ്ചയില്ലാത്ത ആരുടെ ചേകർ ചെയ്തോട്ടെ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഓക്കെ, ലവ് മാരേജ് അല്ലേ അല്ലേ? എന്താ അറിഞ്ഞിരുന്നോ അമ്മ ലവ് ഉണ്ടെന്നുള്ളത്? അറിഞ്ഞിരുന്നോ? ലാസ്റ്റ് ടൈം പറഞ്ഞു ഞാന് ഉമ്മാനോട് ആദ്യം പറഞ്ഞു. അല്ല, കോഴിക്കോട് എന്നുള്ള ഒരാള്, സോറി നിലമ്പൂരുള്ള ഒരാള് എറണാകുളത്തുള്ള ഇതെങ്ങനെ സെറ്റായി? അത് അന്ന് എനിക്കൊരു 35,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു. ഞാൻ 35 വയസ്സാന്ന് പറയുമ്പോ 35,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു. അന്ന് യൂട്യൂബേഴ്സ് ഒക്കെ വളരെ കുറവ്. നമ്മള് ഈ സ്റ്റോറി ആസ്മി ക്വസ്റ്റ്യൻ സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ അങ്ങനെ മെസ്സേജ് അയച്ചോള്. പിന്നെ അങ്ങനെ മെസ്സേജ് ആക്കി മാരീഡ് ആണോന്നാണോ അയച്ചാലും ലവർ ഉണ്ടോ? ഞാൻ മറന്നുപോയി. അന്ന് ബിഗ് ഫാൻ ഓഫ് യു. അത് ഞങ്ങള് യൂട്യൂബിലൊരു ലവ് സ്റ്റോറി. അങ്ങനെ ആസ്മി ക്വസ്റ്റ്യനിൽ തസ്കീന്റെ ഒരു ഇത് വരുന്നു, ഫാൻ ഓഫ് യു അല്ലെ? അങ്ങനെയല്ലേ ഫസ്റ്റ് വന്നേ? അപ്പൊ അങ്ങനെ പ്രൊഫൈൽ എടുത്ത് നോക്കിയോ? നമ്മളന്ന് ഇങ്ങനെ നിക്കല, ആരെങ്കിലും മെസ്സേജ് അല്ല ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്ന ആളെ? അല്ല, ഫോട്ടോ ഉണ്ടായിരുന്നു. കൊച്ച് ഇവളെന്താ വെച്ചാല് ഇവള് ഫേസ് കട്ട് ഇല്ല, ഒരു നാട്ടിലെ ഒരാള്. എനിക്കെന്താ കറക്റ്റ് പറഞ്ഞു, ഞാൻ സ്കീം ഇറക്കിയാണോ എനിക്കറിയില്ല. കാരണം ചിലപ്പോ അതേപോലെ നമ്പറൊക്കെ ഇറക്കലുണ്ട്. പക്ഷെ ഓളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ തസ്കിനോട് റിപ്ലൈ കൊടുക്കുന്നത്. ഓളാന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് മെസ്സേജ് ആക്കി. പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ആയി, അയച്ചയച്ച് ഇവിടെ എത്തി അല്ലെ? ഒരാളുകൂടി ഉണ്ട് ഉള്ളില്. അതോ അല്ല, ഞാൻ കാര്യം ചെയ്യട്ടെ, ബിഗ് ഫാൻ ഓഫ് യു എന്ന് അയക്കാനുള്ള കാര്യം എന്താ? ഇതിന് മാത്രം ഫാൻ ആവാൻ എന്താ കാര്യം അല്ലേ? ഇതൊക്കെ അറിയണം. ഉമ്മ അല്ല, ഉമ്മയോട് ചെയ്യുമ്പോ കുറച്ചും കൂടി നോക്കും. അതെന്താ അങ്ങനെ? നമ്മള് വെറുതെ വ്ലോഗ് കാണലുണ്ട്. അപ്പൊ അങ്ങനെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ട്. അന്നേ ഒരു ഇഷ്ടമുണ്ടോ ആളോട്? നമ്മളിങ്ങനെ നല്ല പൈസക്കാരനാണ്. വ്ലോഗ് സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നിട്ട് അയച്ചു. പിന്നെ ഇവരുടെ കുടുംബത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഇഷ്ടപ്പെട്ടു. പാപ്പാനെ, ഉമ്മാനെ, ഇത്താനെ. അപ്പൊ അന്നേ ആള് ബിഗ് ഫാൻ ഓഫ് യു എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫിലേക്ക് തന്നെയാ. പുള്ളി കാരണം ഫാമിലി ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ഫാമിലീസിന് എല്ലാരും കാണിക്കലുണ്ടായിരുന്നു. നമ്മളങ്ങനെ കാണുമ്പോ ഇഷ്ടപ്പെട്ടു. അതായത് ഇഷ്ടം തന്നെയാ. ഏതിഷ്ടോ? നമുക്ക് ജീവിതം സഖിയാക്കാനുള്ള പ്രണയം, അതിന് ഇഷ്ടം തന്നെ. അതെ, പ്രണയം അല്ലേ? ശരിക്കും പ്രണയം. അവള് തുറന്നു പറയുന്നത് നോക്ക്. അല്ല, അപ്പൊ ആള് കമ്മിറ്റഡ് ആണോ എന്നൊക്കെ അറിയാമായിരുന്നോ? അതൊന്നും അറിയില്ല. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇതൊന്നും കമ്മിറ്റ്മെന്റ്. ഇവരുടെ ഫാമിലി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് ഞങ്ങൾ ബ്ലോഗിലെ കോൺസെൻട്രേറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ അത്രത്തോളം യൂട്യൂബിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ അത്രത്തോളം ഞങ്ങൾ വീഡിയോസ്. ഞാൻ അതെല്ലാം ആലോചിക്കുന്നേ, ഒരു യൂട്യൂബ്, ഒരു സോഷ്യൽ മീഡിയ കാരണം ഒരു ലൈഫ് സെറ്റായി അല്ലേ? എവിടെയോ എറണാകുളത്ത് കിടക്കുന്ന ഒരു കുട്ടീനെ കിട്ടി, ഒരു വീടെടുക്കുക, എന്തെല്ലാം ഗുണങ്ങളാണ്. നമ്മള് പാന്റിയൊക്കെ പെരവിടെ അടുത്തെടുത്താ. അപ്പൊ നമ്മളങ്ങനെ അതെ. പിന്നെ ഞങ്ങൾ ദൂരത്തേക്കൊന്നും അങ്ങനെ പോകല്ല. അപ്പൊ അവിടെ നിന്നൊക്കെ എടുത്തപ്പോ നമുക്ക് എല്ലായിടത്തും കൂടി കാണാനും ആയി. ഇടയ്ക്ക് എറണാകുളത്തേക്ക് പോയി വരൂ അല്ലേ? മരുമോളെ വീടാണ്. അതല്ല, നല്ല കുടുംബങ്ങളാണ്, നല്ല ആൾക്കാരാ.
നമ്മളെ മാത്രം പറഞ്ഞ പോലെ ഓലൊക്കെ നല്ല നമ്മള് ചോദിച്ചപ്പോ ഓരോ കുട്ടീനെ തന്നില്ലേ അതൊക്കെ വലിയൊരു ഇതല്ലേ കാര്യം. അതെ, എന്നും നിലക്കട്ടെ. അതെ അതെ. പിന്നെ എന്താ വെച്ചാൽ വീട്ടിലറിഞ്ഞപ്പോ തന്നെ ഇവിടത്തെ വാപ്പ ഡീസന്റ് ആയിട്ട് എന്റെ വാപ്പച്ചീനെ വല്യപ്പാനെ വിളിച്ച് കാര്യങ്ങൾ എന്റെ സംസാരിച്ചു. വാപ്പ അങ്ങനെ അങ്ങനെയാണ് ക്ലോസ് അല്ല ചെയ്തത്. ഇത് ഇപ്പൊ ചോദിക്കുന്നു, അതായത് എത്ര ദിവസം കൊണ്ട് ആരാ പ്രപ്പോസ് ചെയ്യുന്ന ആരാ? ഫസ്റ്റ് ഞാൻ പ്രപ്പോസ് പുള്ളിക്കാരിയാട്ടോ. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് ഫണ്ണാന്ന് വിചാരിച്ചത്. പുള്ളിക്കാരനും ഇങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായത്. അത് പറയാനൊരു ധൈര്യം കാണിച്ചത് ആരാ? തസ്കിയ. അത് അടിപൊളിയായിരിക്കും തസ്കിയ, അത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് അങ്ങോട്ടേക്ക് അയച്ചു, എന്നിട്ട് ഐ ലവ് യു എന്നാണ് പറഞ്ഞത്. മുമ്പ് ഇരിക്കുന്നപ്പോ കുറവാവുന്നല്ലേ? നമ്മക്ക് അവളെ അവിടെ അകത്തതൊന്നുമില്ല. ഉമ്മ ചെവി എത്തിക്കുന്നത് പറ. അതൊന്നുമില്ല. മക്കളെ സ്നേഹം പോലെ പിന്നെ അത് കാണുമ്പോ തന്നെ അല്ലേ നമുക്കറിയാലോ. അറിയാൻ സത്യം പറഞ്ഞല്ലേ യൂട്യൂബ് കൊണ്ടുണ്ടായ എനിക്കില്ല മാറ്റം. യൂട്യൂബ് കൊണ്ടുണ്ടായ ഗുണങ്ങൾ. ശാന്തനായി നല്ല. അതെ, ഒരുപാട് ദേഷ്യം വരും, പക്ഷെ അതേപോലെ എന്റെ കൂട്ടുകാരന്മാരൊക്കെ വരുമ്പോ പറയേ ഓ അൽഹംദുലില്ലാ യൂട്യൂബ് തുടങ്ങിയാണ്. എന്റെ മോൻ അവനെന്താന്നറിയോ, അധിക ദൂരത്ത് കൂടെ ഒന്നും എയിലും പോവൂല, അവിടെ പെരയിലുണ്ടാവും ഇത് എഡിറ്റ് ചെയ്ത്. അതെ, അതായത് പിന്നെ ഓല് പോകാണെങ്കിൽ തന്നെ ഒരു രണ്ടാളും ഒപ്പാണ് പോണത്. പേടിക്കാനില്ല. ഇല്ല, നമുക്ക് കല്യാണം കഴിഞ്ഞാല് അത് ഏത് ഉമ്മമാരും ആഗ്രഹിച്ചതാണ്. ഓലെ ഭാര്യമാരെ പെയിലെ പൊണി നമുക്കൊരു കുഴപ്പമില്ല. ഒറ്റക്ക് പോയി വരുമ്പോ നമുക്ക് പേടിയാ. അതെ, എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകുന്നുള്ള പേടിയാ, അത് സത്യം. ശരിക്കും യൂട്യൂബിന്റെ ഓണറെ കണ്ടിട്ട് ഒരു ഇത് പറയണം, നമുക്ക് അയക്കണം, മെസ്സേജ് അയക്കണം. എന്താ പറയാ, യൂട്യൂബ് പെരുത്ത് നന്ദിണ്ട്. പിന്നെ അതൊക്കെ ഒരു കടപ്പാടാണ്. അത്രക്കും നല്ല ഇതിന്റെ ഓണർ ആരാന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. അറിയോ ഇതിന്റെ മുതലാളി ആരാന്നറിയോ? ഓണറാണ് എനിക്കറിയില്ല. നമ്മള് നോക്കണം, നിങ്ങളൊക്കെ ശരിക്കും ഓണറാണ് പുള്ളി. അമേരിക്കയിലെ എവിടേക്കോ ആണ് അല്ലേ? യൂട്യൂബിന്റെ USA ആണ്. ആരാന്നറിയോന്ന്? ആരാന്നറിയില്ല. അല്ല, അറിയാണെങ്കിൽ ഉമ്മക്ക് നമ്പർ ഒന്ന് കൊടുക്കണേ. ഉമ്മക്ക് വിളിച്ചിട്ടില്ലേ ഒരു താങ്ക്സ് പറയാനുണ്ട്. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ അല്ലേ? അറിയാത്ത ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്. എന്നിട്ട് നിങ്ങൾ ഒരുപാട് കാലം പ്രേമിച്ചു, പെട്ടെന്ന് കല്യാണം കഴിച്ചു? 1 വർഷത്തിൻ്റെതായ. പക്ഷെ ഇതെങ്ങനെയാ വീട്ടില് തസ്കിക്ക് വീട്ടില് പറയാൻ ബുദ്ധിമുട്ടുണ്ടായോ? കാര്യം യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന. എനിക്ക് അത് തസ്കിന്റെ ഞാൻ ഓളെ പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഓള് ബെസ്റ്റ് ആണെന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓള് ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനത്തെ ലൈഫിൽ ഞാൻ ഒരാളെ പരിചയപ്പെട്ടില്ല, ആണോ പെണ്ണോ പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളെ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു കല്യാണം അന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പോയി പിടിച്ചൊക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ബെസ്റ്റ് നോക്കും. ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അപ്പൊ വരുന്നില്ലല്ലോ. ഞാൻ ഇവളെ കിട്ടിയ പിന്നെ എനിക്ക് ഞാൻ ഇവളോടുള്ള കണക്ഷൻ തുടങ്ങിയപ്പോ പിന്നെ എനിക്കൊരു ബെസ്റ്റ് ചോയ്സ് ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നേരെ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓള് ഇപ്പാനോട് ഒന്ന് പറഞ്ഞു, ഇവിടെ എനിക്കും കല്യാണം നോക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പാനോട് വന്ന് പറഞ്ഞപ്പോ ഇപ്പനോട് പറഞ്ഞു, ഇപ്പനോട് ഒറ്റയടിക്ക് സമ്മതിച്ചു. ഇപ്പാനോട് പറഞ്ഞു എറണാകുളമാണ്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ചെയ്തു, എന്റെ കൂട്ടുകാരന്മാരുണ്ട്, ഞാൻ ഫ്രണ്ട്സിനെ ഇതിൽ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഏതൊരു മീഡിയയിൽ എവിടെ പോകുമ്പോഴും എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയാം. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു നാട്ടിലെ ഗ്യാങ് ഉണ്ട്, ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു 10-12 വർഷമായിട്ടുള്ള എന്റെ ഫ്രണ്ട്സാണ്. ഓലാണ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം ഓലാണ്. കാരണം എനിക്ക് ഒരു 35,000-40,000 സബ്സ്ക്രൈബേഴ്സ് വരെ ഒന്നും ബ്ലോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പോൾ ഫോൺ ഉണ്ടായിരുന്നില്ല, ഒക്കെ കൂട്ടുകാരന്മാരെ ഫോണിലായിരുന്നു. ഇപ്പോൾ അഫ്സൽ പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട്, ഓൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം. പിന്നെ ഷെരീഫ്, പിന്നെ സുഹേലിൻ്റെ തന്നെ ഫോണിലൊക്കെയാണ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നും ഇവരാണ്. അപ്പോൾ ഈ വാപ്പ ഇവരെ വിളിച്ചു കൂട്ടുകാരന്മാരെ, എന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് വയസ്സിലൊരാളുണ്ട്, തസ്ലീം എന്ന് പറയും. ഓനെ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇജ്ജ് എന്തായാലും ഒപ്പം പോകണം, ഓനെ ഒറ്റക്ക് ഓളടുത്ത് കൂടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി ഓളെ കണ്ട്. ആദ്യമായിട്ട് കാണുന്ന ഒന്നാണോ? അല്ല, അതിന് മുമ്പ് വീട്ടില് പറയാനുള്ളതാണ് കാണാൻ പോണത് ഞാന്. എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ അവിടുന്ന് വാപ്പാരിമാനെയും വിളിച്ച്. ഇപ്പൊ ഉമ്മ സംസാരിച്ചില്ലേ? ഉമ്മ ഉണ്ടേ സംസാരിച്ചു. ലുലുന്ന് അന്ന് കണ്ട് കൂട്ടുകാരന്മാരൊക്കെ കണ്ടിട്ട് കൂട്ടുകാരന്മാരോടൊക്കെ സംസാരിച്ചു. ഇപ്പൊ ഇവള് ഭയങ്കര ഷൈയാണ് സംസാരിച്ചു. അന്ന് ഇവളോട് സംസാരിച്ചപ്പോ തന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞു ഫുൾ ഓക്കെ ആയിരുന്നു. പിന്നെ വാപ്പ ഏറ്റു. പിന്നെ ഓളെ വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ വീട്ടില് വാപ്പച്ചി കുറച്ച് സീനായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നില്ല. വല്യപ്പായും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വാപ്പച്ചി ഗൾഫിലായതുകൊണ്ട് അറിയില്ലല്ലോ ആൾക്കാര് കേൾക്കുമ്പോ. സത്യം. പിന്നെ ദൂരം കൂടുതലല്ലേ, മലപ്പുറം എന്ന് പറഞ്ഞപ്പോ പാടില്ലേ. അതെ 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 അതെ. പിന്നെ എനിക്കന്ന് 18 വയസ്സായിട്ടില്ലല്ലോ.